ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ്. ഇന്ന് പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും. പ്രമേഹം, കൊളസ്ട്രോൾ, പ്രഷർ എന്നു തുടങ്ങി മാരകമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങളാലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മളിൽ പലരും. പെട്ടെന്ന് തന്നെ മുടി മുഴുവൻ നരയ്ക്കുന്ന അവസ്ഥ, പ്രായമാവുന്ന അവസ്ഥ, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ പലരും നേരിടുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുകയും അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് മറ്റ് പല രോഗങ്ങളും പലർക്കും വന്നു ചേരുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലവിധ അസുഖങ്ങളെയും അകറ്റി നിർത്താൻ കഴിവുള്ള, വളരെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന നല്ലൊരു മരുന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സീഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് എന്ന് നമ്മൾ അറിയാതെ പോവുകയാണ് പതിവ്. ഏതൊക്കെ രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമാണ് എന്നും ഏതെല്ലാം രീതിയിൽ നമുക്കിത് കഴിക്കാമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്തിനെ കുറിച്ച്. അതുപോലെ ഇതിൻ്റെ ഉപയോഗ രീതിയും ഗുണങ്ങളെക്കുറിച്ചുമെല്ലാം പലർക്കും അറിയുന്നതായിരിക്കാം. എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവ് ഉണ്ടാവണമെന്നും ഇല്ല. ഫ്ലാക്സ് സീഡ് പൊതുവെ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഡാർക്ക് ബ്രൗൺ കളറിലും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലും ഫ്ലാക്സ് സീഡ് കാണുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്ന് തന്നെയാണ്. omega-3 ഫാറ്റി ആസിഡുകളും omega-6, തയാമിൻ, കോപ്പർ, മോളിബ്ഡിനം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഫെറൂളിക് ആസിഡ്, സയനോജനിക് ഗൈക്കോസൈഡുകൾ, ഫൈറ്റോസ്റ്റെറോളുകൾ, ലിഗ്നാനുകൾ എന്നിവ ഫ്ലാക്സ് സീഡിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. omega-3 ഫാറ്റി ആസിഡുകൾ പല വിധത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹൃദയത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PCOD ഉള്ളവർക്ക് പെട്ടെന്ന് അമിതമായിട്ട് തടി വയ്ക്കുന്ന അവസ്ഥ, അത് മാറ്റിയെടുക്കാനായിട്ട് ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നു. അതുപോലെ PCOD മൂലം സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ച തടയാനും ഫ്ലാക്സ് സീഡിന് നല്ല കഴിവുണ്ട്. അതുപോലെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഉൽപ്പാദനത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഇത് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. മെനോപോസ് അഥവാ ആർത്തവ വിരാമം അടുക്കുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യം എല്ല് തേയ്മാനത്തെ തടയാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയെ തടുക്കാനും ഇത്തരം അസുഖങ്ങളൊക്കെ വന്നവർക്ക് ക്യാൻസർ കോശങ്ങൾ സ്പ്രെഡ് ആവുന്നത് തടയാനും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് നല്ലതാണ്. ദിവസവും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഫലപ്രദമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ നല്ല രീതിയിൽ ദഹനം നടക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ തടയാനും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. ശ്വാസകോശ സംബന്ധമായിട്ടുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും ഇതിന് വളരെയധികം കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തടയാനും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. അമിതവണ്ണം കുറയ്ക്കാനായി ഫ്ലാക്സ് സീഡ് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ ശരിയായ രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് ചീത്ത കൊളസ്ട്രോളായ LDL കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ബ്ലഡ് പ്രഷർ നോർമലായിരിക്കാനും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് മൂലം സാധിക്കുന്നു. അമിതമായിട്ടുണ്ടാവുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഫ്ലാക്സ് സീഡ് പതിവായി കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതും ഇതിൻ്റെ ജെല്ല് ചർമ്മത്തിൽ പുരട്ടുന്നതും വളരെ നല്ലതാണ്. ഇത് സ്കിന്നിൽ ചുളിവുകൾ വരാതിരിക്കാനും
ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനും സഹായിക്കുന്നു. അതുപോലെ മുഖത്തും ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന പാടുകളും കലകളും ഒക്കെ മാറാനും മുഖക്കുരു മൂലം വന്നിട്ടുള്ള ആ ഒരു കലകളൊക്കെ മാറാനും ഫ്ലാക്സ് സീഡ് ജെല്ല് പുരട്ടുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ കഴിക്കുകയും ഇതിൻ്റെ ജെല്ല് പുരട്ടുകയും ചെയ്താൽ ഇതെല്ലാം പാടെ തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി മുടിയുടെ സംരക്ഷണത്തിനും ഇത് വളരെയേറെ ഫലപ്രദമാണ്. ഫ്ലാക്സ് സീഡ് കഴിക്കുകയും ഇതിൻ്റെ ജെല്ല് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. മുടി നല്ല ഉള്ളോട് കൂടിയും നീളത്തിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും. മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും അകാലനര തടയാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കും. ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ശരിയായ രീതിയിൽ നിലനിർത്താൻ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് കൊണ്ട് വളരെയധികം സഹായിക്കുന്നു. ഫ്ലാക്സ് സീഡ് കഴിക്കേണ്ട രീതി വളരെയധികം പ്രധാനമാണ്. പല രീതിയിൽ നമുക്കിത് കഴിക്കാം. ഇതിലെ ഇൻസോലുബിൻ ഫൈബർ ഗുണം നന്നായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഫ്ലാക്സ് സീഡ് ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറെ നല്ലത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടും അതുപോലെ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിലൊക്കെ നമുക്കിത് പൊടിച്ച് ചേർത്തിട്ട് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ജ്യൂസ്, സ്മൂത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കും നമുക്ക് ഫ്ലാക്സ് സീഡ് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഓയിൽ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഓയിൽ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചൂടാക്കിയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മൾ സാലഡോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹമുള്ളവർക്ക് ഉലുവയും ജീരകവും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഒരുമിച്ചെടുത്തിട്ട് നന്നായി പൊടിച്ചിട്ട് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതുപോലെ തൈറോയിഡ് ഉള്ളവർ ഇത് വറുത്തിട്ടോ അല്ലെങ്കിൽ നമുക്കിത് വേവിച്ചിട്ടോ കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ പാലിൽ ചേർത്തിട്ടും വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ച് കഴിക്കുന്നതും അതുപോലെ പൊടിച്ച് കഴിക്കുന്നതും ഒക്കെ വളരെയധികം ഫലപ്രദമാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും വളരെയധികം ഫലപ്രദമാണ്. 1-2 ടേബിൾ സ്പൂൺ വീതം നമ്മൾ ദിവസവും കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടത് സഹായിക്കും. ഒരുപാട് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ദിവസേന 1-2 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡ് ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കഴിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഒരു ചെറിയ അളവിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം കുറേശ്ശെയായിട്ട് കൂട്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ ഒരുപാട് കഴിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക എന്നുള്ള രീതിയിലല്ല. ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നമ്മൾ ദിവസേന കഴിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് എടുക്കേണ്ടത്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലായാലും ജ്യൂസിലായാലും അങ്ങനെ ഇപ്പോൾ ഓയിലായാലും ഒക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓയിലാണെങ്കിൽ ഒരു 1.5 സ്പൂൺ വരെയൊക്കെ നമ്മൾ കഴിക്കാൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.